ഹായ്. ഡു ഓർ ഡൈ ഗാന്ധിജിയുടെ വാക്കിൽ നിന്ന് തുടങ്ങാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്ത് തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ നിന്നവർക്ക് ധൈര്യം നൽകാനായി നമ്മുടെ മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു വാക്കാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്നുവെച്ചാൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ജീവിതത്തെ ഒരു യുദ്ധമായി കാണണം. അതിലെ ഭടന്മാരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ശത്രുക്കളാണ് മടിയും പേടിയും. നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും. എനിക്ക് ജീവിതത്തിൽ പഠിച്ച് മുന്നേറണം, ആ നിലയിലെത്തണം, ഈ നിലയിലെത്തണം എന്നൊക്കെ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ മാസത്തിലുള്ള സാലറി കണക്ക് കൂട്ടി ബൈക്ക് വാങ്ങുന്നതും കാറ് വാങ്ങുന്നതും പ്രിയപ്പെട്ടവരോടൊപ്പം കമ്പനി അടിക്കുന്നതും ചായ കുടിക്കുന്നതും കറങ്ങാൻ പോകുന്നതും ഒക്കെ വലിയ സ്വപ്നം കാണും. പക്ഷേ 1-2 മാസം വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കാനും പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ മടി തുടങ്ങും. പതിയെ വർക്കിന് പോകുന്നത് തന്നെ വലിയ ഭാരമേറിയ ഒന്നായി മാറും. വീട്ടിൽ നിന്ന് പേരൻസോ മറ്റോ ചോദിച്ചാൽ കൂടെയുള്ളവർ ശരിയല്ല, ബോസ് ഒരു പ്രശ്നക്കാരനാണ് എന്നിങ്ങനെയൊക്കെ എക്സ്ക്യൂസുകൾ നിരത്താൻ നിങ്ങൾ മിടുക്ക് കാണിക്കും. യഥാർത്ഥത്തിൽ ജീവിതം എന്ന യുദ്ധത്തിലെ പടയാളി എന്ന നിങ്ങൾ മടി എന്ന ശത്രുവിന് മുന്നിൽ തോറ്റു തുന്നം പാറുകയാണ്. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഭയത്തിൻ്റെയും മടിയുടെയും മറുവശത്താണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഒരാളും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. വിജയം എന്നത് നിങ്ങളെ തേടി വരുന്ന ഒന്നല്ല, മറിച്ച് മടി കൂടാതെ പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. അലസത മറികടക്കുക എളുപ്പമല്ല. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും നിങ്ങളുടെ മടിയുടെ താക്കോലാകുന്നു. ജസ്റ്റ് ടൈം നോക്കാനായി ഫോണെടുത്ത് റീൽസിൽ നിന്ന് റീൽസിലേക്ക് അങ്ങനെ. മടി ഒട്ടുമിക്ക എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമായിരിക്കും. അതിനെ മറികടക്കുക എന്നത് അവരെ ജീവിത വിജയത്തിലെത്തിക്കുന്നതാണ്. ഒരു പക്ഷേ മടി നിങ്ങളുടെ ജീവിതം പോലും നശിപ്പിക്കും. മടിയന്മാരിൽ പൊതുവെ നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും. എനിക്ക് എന്നെ തന്നെ ഉയർത്താനാകുന്നില്ല എന്ന തോന്നലുണ്ടാകും. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാനും നാളെ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാനും ഒക്കെ തോന്നും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്നെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക. നീട്ടിവെക്കൽ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക. ഭീരുക്കൾ ജീവിതത്തിൽ പലതവണ മരിക്കുമെന്നും ധീരന്മാർക്ക് മരണം ഒരിക്കലേ ഉണ്ടാവൂ എന്നും തിരിച്ചറിയുക. ചെയ്യാൻ ഒന്നുമില്ലാതിരിക്കുന്നതിൽ നിന്ന് മടി തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതിനാൽ ദിവസവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അലസത ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരില്ല. ഭൂതകാലം കഴിഞ്ഞുപോയി, ഭാവി പ്രതീക്ഷയാണ്. സോ നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. പാസ്റ്റ് ഈസ് ഗോൺ, ഫ്യൂച്ചർ ഈസ് ഹോപ്പ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം.